Good morning. Good morning. Morning. Good morning, Miss. Good morning. ഓക്കെ വി ക്യാൻ സ്റ്റാർട്ട്. വളരെ കുറവ് പേരാണല്ലോ, കുട്ടികൾക്കൊക്കെ എക്സാം ആയതുകൊണ്ടോ അങ്ങനെ വല്ലൊക്കെയാണോ? 10th പ്ലസ് ടു ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. എന്റെ ലീവാണ്. ലാസ്റ്റ് ക്രിസ്മസിന് കിട്ടിയപ്പോഴൊക്കെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് കുട്ടികളുടെ അതാണ് നമ്മുടെ ക്രാഫ്റ്റിംഗിന്റെ നിയമം. പെയിന്റ് എടുക്കുക, പെയിന്റ് കൊടുക്കുക, പിന്നെ ടിഷ്യൂ പേപ്പർ, വാട്ടർ. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. പയറുണ്ട് വീട്ടിലുണ്ട്. അവിടെ ഇന്നലെ പയറും വേണ്ടയ്ക്ക മെസ്സേജ് കിട്ടുന്നുണ്ട്. അഫ്ന, could you please? മാം ഫോൺ ഹാങ് ആയിരിക്കുക. ആണോ? Perfect mistake. സോറി മാം, അത് ഹാങ് ആയതാ പെട്ടെന്ന്. കുഴപ്പമില്ല. Okay, we can start. Who is going to do prayer? Yeah. Good morning. Bless us, Lord, throughout the day. While at school. Good morning. Bless us, Lord, throughout the day. While at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord. Okay, what's next? Very good, nice. Thought of the day. Good morning, all. Creative is seeing the same thing but thinking different. Thank you. Have a nice day. സൈൻ ഇൻ ഒന്നുമില്ലേ? സൈൻ ഇൻ രണ്ടുപേർക്ക് ചെയ്യാന്ന് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയും. ജസ്റ്റ് ഡു ഇറ്റ്. കാരണം നമ്മുടെ ആ ഷൈനസ് ഇൻഹിബിഷൻ ഒക്കെ ഒന്ന് മാറണ്ടേ. കുട്ടികൾ ആക്ഷൻ സോങ് വേണമെന്ന് ഡിമാൻഡ് ചെയ്താൽ യു ഹാവ് ടു ഡു. കുട്ടികൾ ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ യു ഹാവ് ടു ഡു. അവരാണ് ഡിമാൻഡിങ് പേഴ്സൺസ്. നമുക്ക് അവരോടൊന്നും കമാൻഡ് ചെയ്യാനോ ഡിമാൻഡ് ചെയ്യാനോ പറ്റില്ല. ദേ ഹാവ് ദ പ്രിവിലേജ്. അവരാണ് പ്രയോറിറ്റിയിൽ നിൽക്കുന്നവര്. അങ്ങനെ കാണാൻ പാടുള്ളൂ. യു ഹാവ് ടു പ്രൊവൈഡ് ദം മോർ ആൻഡ് മോർ. ആ രീതിയിൽ തന്നെ നമ്മൾ കുട്ടികളെ അപ്രോച്ച് ചെയ്യണം. കാരണം നൗഡേയ്സ് ഭയങ്കരമായിട്ട് ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസ് ആണ് കുട്ടികൾക്ക്. ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി, അവർക്ക് ഇമോഷണൽ കൺട്രോൾ കിട്ടുന്നില്ല, ഇമോഷണൽ ബാലൻസ് കിട്ടുന്നില്ല. സോ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ആ ചെറിയ കുഞ്ഞുങ്ങളിൽ തന്നെ നമ്മൾ ആ ഇന്റർവെൻഷൻ, അവരെ ലൈഫ് സ്കിൽസ് പഠിപ്പിച്ച്, പണ്ട് നമ്മൾ നമ്മളുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മയില്ലേ, ആ രീതിയിലേക്ക് അവരെ കൊണ്ടുപോകണം. അവരെ ആ ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറ്റണം. അതിന്റെ പോസിറ്റീവ്സ് ദേ ക്യാൻ യൂസ് ലേറ്റർ. പിന്നീട് അവർക്ക് അതിന്റെ പോസിറ്റീവ് യൂസ് ചെയ്യാം. അപ്പം അവരെ ഡിജിറ്റൽ വേൾഡിലേക്ക് തള്ളിയിട്ടത് തന്നെ നമ്മൾ തന്നെയാണ്. ചെറുപ്പത്തിലേ കൊടുത്ത്, ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൊടുത്ത്, കരയുമ്പോൾ വേഗം അതെടുത്ത് കൊടുക്കും. നമ്മളൊന്ന് ഫ്രീ ആവാൻ വേണ്ടി അവരെ അടക്കിയിരുത്താൻ എടുത്തു കൊടുക്കും. സോ ഓൾ ദ മിസ്റ്റേക്സ് ആർ ഡൺ ബൈ അസ്. നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് നമ്മൾ തന്നെ മാറ്റണം. സോ ഐ എം റിക്വസ്റ്റിംഗ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ചെറിയ കുഞ്ഞുങ്ങളല്ല, എന്റെ കയ്യിൽ അഡോളസൻ ഗ്രൂപ്പാണ് ഇരിക്കുന്നത്. ഐ എം ജസ്റ്റ് സ്ട്രഗ്ലിംഗ് വിത്ത് ദം. ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യാണ്. എന്റെ ഭയങ്കര ചലഞ്ചാണ്. അപ്പൊ നിങ്ങളെ പോലൊരു ടീമിനെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡു മോർ. നിങ്ങൾക്ക് ആ ചെറിയ കുഞ്ഞുങ്ങളിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആവും. ഇത് ഒരു രക്ഷയുമില്ലാത്ത ഒരു ഗ്രൂപ്പിനെ, ഭയങ്കര ഒരു വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ, ഞങ്ങള് അതിന്റെ ചലഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങളും സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ചെയ്യുവാണ്. 3 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികളെ അവരുടെ ഇടയിൽ ഇന്റർവെൻഷൻ ചെയ്യുവാണ്. അപ്പൊ അവർക്ക് കൊടുക്കുമ്പോ നമ്മൾക്ക് അവയർനെസ് കൊടുക്കേണ്ട അവരുടെ ബാക്കിൽ നിൽക്കുന്ന വേറെ 2 പേരുണ്ട്. ആരാ? പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഡെഫിനറ്റ്ലി ടീച്ചേഴ്സ്. പാരന്റ്സ് പറയണേ ഞങ്ങൾക്ക് സമയമില്ല, ഹാഫ് ആൻ അവർ ഇരിക്കാം, അല്ലെങ്കിൽ 10 minutes 20 minutes. ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാ വന്നത്. എനിക്ക് ജോയിൻ ചെയ്യണം, തിരിച്ചു പോകണം, എന്റെ ഒരു ലീവ് പോകും.
ഇറ്റ് ഈസ് ഫോർ ദെയർ കിഡ്സ്. അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാ വി ആർ ആസ്കിങ് ഫോർ ദെയർ ടൈം. അവർ പറയുന്ന ഇതാ, ടീച്ചേഴ്സ് ഞങ്ങൾക്കോ, ഞങ്ങൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നവരല്ലേ എന്റെ ടീച്ചേഴ്സ് പറയുന്നത്. ഐ എം നോട്ട് ജനറലൈസിങ്, എല്ലാരും അങ്ങനെയല്ല. ബട്ട് ഒരു ഗ്രൂപ്പിൽ ഒരാൾ പറയുമ്പോൾ ബാക്കിയുള്ളവർ അവരുടെ പുറകെ നിൽക്കുള്ളൂ. താല്പര്യമുള്ളവരും കൂടെ അവരും കൂടെ അങ്ങ് മടിക്കും. സോ നല്ലൊരു റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നല്ലൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു വർക്കാണ്. I'm telling that definitely we all need income. നമുക്ക് എല്ലാവർക്കും ഇൻകം വേണം, വരുമാനം വേണം, ലൈവ്ലിഹുഡ് വേണം. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് എനിക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി ജോലി ചെയ്യുന്നല്ല. ജോലി ചെയ്യുന്നു, നമുക്ക് ഡീസന്റ് ആയിട്ടുള്ള പേയ്മെന്റ് കിട്ടണം. ഡെഫിനറ്റ്ലി ഡീസന്റ് ആയിട്ടുള്ള പേയ്മെന്റ് തന്നേ പറ്റൂ. നമ്മളെ ആരും യൂസ് ചെയ്യരുത്. ബട്ട് നമ്മളുടെ കമ്മിറ്റ്മെന്റ്, നമ്മളുടെ ഡെഡിക്കേഷൻ നമ്മൾ കാണിക്കണം. ഓക്കെ, കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈകളിലാണ്, വീട്ടിലേക്കാളും കൂടുതൽ. വീട്ടിൽ അവരുടെ ആക്റ്റീവ് ടൈം വളരെ കുറവാണ്. ദേ ആർ ടേക്കിംഗ് റെസ്റ്റ്, ദേ ആർ ഹാവിങ് ഫുഡ്, അത്രേ ഉള്ളൂ വീട്ടില്. ദേ ആർ ഗോയിങ് ടു സ്ലീപ്പ്. അപ്പം പ്ലീസ് ഡു. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കോഴ്സിന് ചേർന്നു എന്നുള്ള തോട്ട് ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ പ്ലീസ് അത് വേഗം ഒന്ന് എടുത്തു മാറ്റി വെക്കുക. ഐ എം റിക്വസ്റ്റിംഗ്. കാരണം എനിക്ക് അതുപോലുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പലരുടെ അടുത്തുനിന്നും അതുപോലെ റിഫ്ലക്ഷൻസ് വരുന്നു. അതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. വേറൊരു ജോബ് പോലെയല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറേ സോൾസ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. അവരെ മൗൾഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ഐ ആം ഗെറ്റിംഗ് ജോബ്, ഐ ഹാവ് ഡീസന്റ് പേ, അതിനേക്കാൾ അതൊക്കെ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ പ്ലീസ് again I am requesting that ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. സോ പ്ലീസ് അത് അങ്ങനെ വിചാരിച്ച് കോഴ്സ് ആർക്കും റെക്കമെൻഡ് ചെയ്യല്ലേ. സുഖമായിട്ട് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും, ആ രീതിയിൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യരുത്. എനിവേ യു പീപ്പിൾ ആർ ഇൻവെസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് മണി. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ടൈം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ ടൈമും മണിയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് കിട്ടണം. അതിനു വേണ്ടി ഞങ്ങൾ ഒരു വലിയ ടീം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി വി വിൽ പ്രൊവൈഡ് യു ഓൾ ദ റിട്ടേൺസ്. ഒരു കുറവും ഇല്ലാതെ എല്ലാ റിട്ടേൺസും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ടീച്ചേഴ്സ് മാത്രമല്ല, അതിന്റെ പുറകിൽ കുറെ പേരുണ്ട്, ടെക്നിക്കൽ ടീം, അങ്ങനെ കുറെ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, അങ്ങനെ പലതും. അപ്പോ ബട്ട് നമ്മളെപ്പോഴും ട്രൂ ടു അവർ സെൽഫ്. ഞാനൊന്ന് വീണു, ആരും കണ്ടില്ല, പക്ഷെ എനിക്കറിയാലോ ഞാൻ വീണു എന്ന്. ഞാനൊരു മിസ്റ്റേക്ക് ചെയ്താൽ ആരും അറിഞ്ഞില്ലോ, ഭാഗ്യം, അങ്ങനെയല്ലല്ലോ. ബട്ട് ഐ നോ ദാറ്റ് ഐ ഹാഡ് ഡൺ ദാറ്റ് മിസ്റ്റേക്ക്. ആ ഡിസ്റ്റർബൻസ് എനിക്ക് എപ്പോഴും ഉണ്ടാവും, അല്ലെ? നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അത് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും. വേറൊരാൾ അറിഞ്ഞില്ല, ഭാഗ്യം, ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ചെയ്ത തെറ്റ്. അങ്ങനെയല്ല, ഐ നോ, എനിക്കറിയാം. സോ എന്നെ അതിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ഐ നോ ദാറ്റ് എല്ലാവരുടെയും ഉള്ളിൽ മദർഹുഡ് ഉണ്ട്. ആ ഒരു കെയർ, അഫെക്ഷൻ, ലവ് കുട്ടികളോടും കൂടെയുള്ള മറ്റുള്ളവരോടും ഒക്കെ ഉണ്ടെന്നറിയാം. സോ അത് യൂസ് ചെയ്യൂ, നിങ്ങളുടെ പൊട്ടൻഷ്യലാണത്. മദർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞു എന്ന് എനിക്കറിയില്ല, കുഞ്ഞിനെ പ്രസവിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതല്ല മദർഹുഡ്. ഒരു വുമൺ, അവർക്ക് ഇന്റേണലി ഉള്ള പൊട്ടൻഷ്യലാണ്. നമ്മളത് തിരിച്ചറിയണം. യൂസ് ഇറ്റ് പ്ലീസ്. ഓക്കെ, ചെറിയ റിഫ്ലക്ഷൻസ് ഇങ്ങനെ വന്നതുകൊണ്ട്, കാരണം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അവിടെയൊക്കെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, സ്റ്റുഡൻസ് ആർ ഡൂയിങ് നത്തിങ്, ആ ഒരു രീതിയിലൊക്കെ പോകുന്നതൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മളുടെ ഇടയിലും ഒന്നോ രണ്ടോ ഒക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ കേൾക്കുന്ന പോലെയൊക്കെ തോന്നിയതുകൊണ്ട് ഐ എം നോട്ട് ഷുവർ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞത്, എനിക്കൊരു ജോലിക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് വേണം. സോ ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നു. സോ പലപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ജയിക്കും. ആ ഒരു രീതിയിൽ ഡോണ്ട് ഡു ദിസ് കോഴ്സ്, ഈ കോഴ്സ് ചെയ്യരുത്. ഓക്കെ ഫൈൻ. സോ താങ്ക് യു സോ മച്ച് എന്നെ ഇത്രയും സഹിച്ചതിന്. നമ്മൾ എവിടെയായി പ്ലീസ്? എവിടേക്കോ ആയല്ലേ? പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അല്ലേ നമ്മൾ ചെയ്തോണ്ടിരുന്നേ? കംപ്ലീറ്റ് ആയി? യെസ്. യൂണിറ്റ് 7 കംപ്ലീറ്റ് ആയോ യൂണിറ്റ് 7? കംപ്ലീറ്റ് കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. യെസ്. അതിന് മൂന്ന് കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ബാക്കിയുള്ള വർക്ക്സ് ഒക്കെ എവിടെ വരെയായി? ലൈക്ക് റെക്കോർഡ്സ്, സർവേ, ടീച്ചിങ് പ്രാക്ടീസ്?
റെക്കോർഡ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല മാം. ആ. സർവേ ഒക്കെ കംപ്ലീറ്റ് ആയി. Okay. പ്രാക്ടീസിനൊക്കെ പോയി കഴിഞ്ഞു. ഉം. അസൈൻമെന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ എക്സാം ടൈം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ പെൻഡിങ് വർക്ക്സ് ഒക്കെ വേഗം തീർത്തു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് പറഞ്ഞു. മിക്കവരുടെ 3 റെക്കോർഡ്സ് കഴിഞ്ഞു മാം. ആ, പിന്നെ നമ്മുടെ 10 അസൈൻമെന്റ്സ് മാത്രമാണ് പകുതിക്ക് നിൽക്കണുള്ളൂ. അതൊരു പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരും. പിന്നെ സർവേ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫൈൻ. പിന്നെ സമയം കിട്ടുമ്പോ എന്നോട് റിജോ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന മോക്ക് ടെസ്റ്റുകളില്ലേ, ഇനി ഞാൻ തന്നു തുടങ്ങാം കേട്ടോ. എക്സാമിന്റെ ടൈം ഒന്ന് കഴിഞ്ഞു, ഒരു മൺഡേ ആവുമ്പോഴേക്കും എക്സാംസ് എല്ലാം കഴിയും. റിജോയ്ക്ക് കൺഫ്യൂഷൻ വരില്ല. പറഞ്ഞതെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റുകൾ പഴയത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അത് ഒരു പ്രാവശ്യം ചെയ്ത് ചിലപ്പോൾ നമുക്ക് പിന്നീട് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് തന്നെ പലരും ടഫ് എന്ന് പറഞ്ഞു. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറി പ്രാക്ടീസ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചുമ്മാ ഒന്ന് കയറിയിട്ടൊന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യും. അത് നോട്ട് ചെയ്ത് വെക്കുവോ. ഒരു യൂണിറ്റിൽ നിന്നൊക്കെ 6, 7, 8 ഒക്കെ അല്ലേ വരുന്നുള്ളൂ ക്വസ്റ്റ്യൻസ്. സമയം കിട്ടുമ്പോൾ മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കും. എക്സാം ഫോർ മീ മാർക്ക് ഒരു ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ അതൊരു ക്രൈറ്റീരിയ തന്നെയാണ് അല്ലെ. നമ്മുടെ മാർക്ക് നോക്കും, നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കും അല്ലെ. അപ്പൊ മാർക്ക് ഒരു ക്രൈറ്റീരിയ, അപ്പൊ അതും നമുക്ക് മാർക്കും വേണം. അപ്പൊ അത് നിങ്ങളൊന്ന് മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. മോസ്റ്റ്ലി അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് 90% ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരു ഈ ബാച്ചിന് മോഡൽ എക്സാം നടക്കുന്നവർക്കും ഒക്കെ അങ്ങനെ ഇട്ടിട്ടുള്ളൂ. അല്ലാണ്ട് പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവരൊക്കെ ഇങ്ങനെ ടഫ് ആയിരുന്നു എന്നൊന്നും. മോക്ക് ടെസ്റ്റ് ഒരിക്കലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ഒരിക്കലേ ചെയ്തിട്ടുള്ളൂ, പിന്നെ അത് നോക്കാനൊന്നും പോയിട്ടില്ല. ആദ്യമൊക്കെ ചെയ്തതൊക്കെ അങ്ങ് മറന്നുപോയല്ലോ. ഇടയ്ക്കിടയ്ക്ക് കയറി ഒന്ന് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വെച്ചാൽ മതി. സോ നമുക്ക് യൂണിറ്റ് 7ലേക്ക് പോവാം. ഓരോ ക്ലാസ്സിലും PDF എടുക്കുമ്പോൾ അവരുടെ യൂണിറ്റിൽ പോയി നിൽക്കും. പിന്നെ ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ടേ. ഫ്രീഡം ഫ്രം ഡേഞ്ചർ അത് കംപ്ലീറ്റ് ചെയ്തല്ലേ? ആ മിസ്സൈന് അടുത്തത് 12ാമത്തെ കോമ്പറ്റീഷൻ. ഓക്കെ, കുറച്ചുണ്ട്. ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. ഓക്കെ, ഫ്രീഡം ഫ്രം ഡേഞ്ചർ ഒന്ന് ആർക്കെങ്കിലും ഒന്ന് ബ്രീഫ് ചെയ്യാമോ? എന്തെങ്കിലും ഒരു ചെറിയ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ കുട്ടികൾ ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള.
മിസ് ഞാൻ പറഞ്ഞോട്ടെ. പറയൂ പ്ലീസ്. അതായത് റിയൽ ലൈഫ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്യാണ് മിസ്സേ. ഇപ്പൊ നമ്മുടെ കുട്ടികള് ചിലപ്പോ ഗ്ലാസ് ഉപയോഗിക്കുന്ന ഗ്ലാസ് ചില്ല് ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യല്ലോ. അപ്പൊ കുട്ടികള് നമ്മള് പെട്ടെന്ന് പോയി അവരുടെ നിന്ന് അത് മേടിച്ച് മാറ്റും. കാരണം താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും, ഇല്ലെങ്കിൽ പൊട്ടി അതിന്റെ ചില്ല് കുത്തും എന്നൊക്കെ നമ്മൾ പേടിച്ചിട്ടായിരിക്കും. പക്ഷെ നമ്മൾ അത് അവരുടെ പ്രാക്ടീസിലൂടെ അവരെ കൊണ്ട് അത് ചെയ്യിക്കണം. കാരണം അവർക്ക് പിന്നീട് ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് അത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പേടി ഇല്ലാതിരിക്കാനും, അതായത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണെങ്കിൽ അവർക്കത് പിന്നീട് ബുദ്ധിമുട്ടായി തോന്നില്ല. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അവര് ത്രൂ പ്രാക്ടീസിലൂടെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ഒബ്സർവേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യണം. കാരണം നമ്മൾ തൊട്ടടുത്ത് നിന്നിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ശരിയാണ് ശരണി പറഞ്ഞത്. എന്നോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. എന്റെ മോൻ ഒരു 2.5 വയസ്സുള്ള സമയത്ത് അപ്പൊ ഇങ്ങനെ ഭയങ്കര ഓട്ടം നടക്കുമല്ലേ. ഈ നല്ല ഇതുണ്ടായിരുന്നു, കപ്പ് ആൻഡ് സോസർ ഉണ്ടായിരുന്നു വിത്ത് അതിന്റെ ജഗ്, ഈ സെറാമിക്കിന്റെ ഭയങ്കര നല്ലൊരു കോഫി ബ്രൗൺ ആയിരുന്നു അത്. അപ്പൊ അതിലിങ്ങനെ പാലൊഴിക്കാനുള്ള കപ്പുണ്ട്, കണ്ടിട്ടില്ലേ അങ്ങനെ പാലൊഴിക്കുന്ന കപ്പും പിന്നെ പഞ്ചസാര ഇടുന്ന ഒരു പാത്രവും അടപ്പുള്ളതും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നല്ല ഭംഗി അത് കാണാൻ. ഞാനത് യൂസ് ചെയ്യാറൊന്നുമില്ല, ഇങ്ങനെ വെക്കും, ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ എടുക്കും കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ശരിക്കും പറഞ്ഞ ഷെൽഫില് താഴത്തെ തട്ടിലായിരുന്നു. അപ്പൊ ഇവന് എത്തുന്ന ഒരു ഹൈറ്റ് ആയിരുന്നു. ഓരോന്നെടുക്കുന്നു താഴേക്ക് ഇടുന്നു, ഓരോന്നെടുക്കുന്നു താഴേക്ക് ഇടുന്നു. അവനത് ഭയങ്കര കൗതുകം. അത് കണ്ടപ്പോ 2 എണ്ണം അങ്ങനെ പൊട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പൊ അവനും എന്നെ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സാരില്ല പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ അത് ഞാൻ പറഞ്ഞു ഇത് ചൂലെടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അവൻ തന്നെ ചൂല് പോയി എടുത്തോണ്ട് വന്നു. ഇത് ഡസ്റ്റ് പാൻ വെച്ചിട്ട് ഞാൻ അത് ക്ലീൻ ചെയ്യേണ്ടതേ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പൊട്ടിച്ചിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റി. അപ്പൊ അവർക്ക് ഇത് അറിയില്ല, അവർക്ക് കൗതുകം. അപ്പൊ ഒന്ന് വീണു, രണ്ടാമത്തെ വീണപ്പോ കക്ഷിക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണെന്നുള്ളത്, പൊട്ടുന്നതാണ്. പിന്നെ അത് കെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇതിൽ അവന് കാപ്പി പാലും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അത് വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്തു. അപ്പൊ അത് ഇപ്പൊ 8ാം ക്ലാസ്സിലായി. ഞാൻ പറയാം അന്ന് ഞാൻ അറിഞ്ഞിട്ടൊന്നും ചെയ്തതല്ല. ബട്ട് നമ്മളൊന്ന് ഷൗട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ആ കുട്ടി ഭയങ്കര ഗിൽട്ടി ഫീൽ അടിച്ചു പോയേനെ, ഇൻഫീരിയർ ആയിപ്പോയി. പറഞ്ഞ പോലെ ഒരു ഗസ്റ്റിന്റെ അടുത്ത് ചെല്ലുന്നു, അവരിതുപോലെ കുട്ടിക്ക് അതിൽ കൊടുക്കുമ്പോ അത് പിന്നെ നമ്മളെല്ലാരും ഇങ്ങനെ കപ്പ് യൂസ് ചെയ്യുന്നു, കുട്ടിക്ക് മാത്രം സ്റ്റീല്, അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷന്റെ ആവശ്യമില്ല. അവർക്കും അത് തന്നെ പ്രൊവൈഡ് ചെയ്യുക, അതാണ് വേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ, അതാണ് നെക്സ്റ്റ് വരുന്നത്. സോ ആരെങ്കിലും വായിക്കാൻ റെഡി ആണെങ്കിൽ വായിച്ചു പ്ലീസ്. മാം ഞാൻ വായിക്കാം. Freedom from competition. In order not to interfere with the child's free selection of activity, there are no artificially pre-sorted. ആണോ മാം അത്? മാം Pursued. Okay. Competitions, rewards or punishments in Montessori classrooms. Such prizes and punishments are the instrument of slavery for the spirit. The prize and the punishment are incentives towards unnatural or forced effort, and therefore we certainly cannot speak of the natural development of the child in connection with them. The children's achievements are never assessed from an adult's point of view and categorized by marks, points, and stats. The inner motivation of the child persuades him to work to the best of his ability, and the satisfaction of having done so is reward enough. ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ നമ്മൾ ഓൾറെഡി വേറൊരു ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ. റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് അതില്ല, മോണ്ടിസോറി എൻവിയോൺമെന്റിൽ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്കൊരു അപ്രീസിയേഷൻ ഒരു കുട്ടി ഇത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു ഭയങ്കര ഇഷ്ടമാണല്ലേ, അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ഒക്കെയാണ്. ബട്ട് വി ക്യാൻ ഡു ദാറ്റ്. അവിടെ എന്താ ഞാൻ പറയാറ്, ഒരു കുട്ടിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്? ബാക്കിയുള്ളവർക്ക് അത് ഹേർട്ട് ചെയ്യാതെ നോക്കണം കൂടെ.
യെസ്, ആ രീതിയിൽ വേണം നമ്മുടെ ഒരു അപ്രീസിയേഷൻ. ആ നമ്മളുടെ വീട്ടിൽ നമുക്കിപ്പോ 2 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 3 പേരുണ്ടെങ്കിൽ, എത്ര ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ കസിന്റെ കുട്ടി അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ തന്നെ വേറെ ഏതെങ്കിലും മെമ്പേഴ്സിന്റെ കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ഒരു കുട്ടിയെ മാത്രം ബ്ലെയിം ചെയ്യുന്നതും ശരിയല്ല, ഒരു കുട്ടിയെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ശരിയല്ല. ഓക്കെ, സോ അത് നമുക്ക് ചെയ്യാം. അവർക്കും അങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാ, കുട്ടികൾ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ അവർക്കൊരു അപ്രീസിയേഷൻ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ 10th പാസ്സാവുമ്പോ അത് വാങ്ങിച്ചു കൊടുക്കാം, ഇത് വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് കൊടുക്കും. ചിലര് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കും, ഐഫോൺ വാങ്ങിച്ചു കൊടുക്കും. ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് പോകരുത്. കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ, എന്റെ ചേച്ചിയുടെ മോള് 10th വരെ നന്നായി തന്നെ പഠിക്കുമായിരുന്നു. അവൾക്ക് 10th നല്ല മാർക്ക് കിട്ടിയാൽ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാന്ന് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞു. അപ്പൊ ചേച്ചി ഇത് എന്നോട് പറയുമ്പോൾ എന്റെ ഉള്ളിൽ അത് ശരിയാണ്. അപ്പൊ ഞാനത് ചോദിക്കുകയും ചെയ്തു, അതിന്റെ ആവശ്യം ഇട്ടോ. കാരണം +1 +2 ആണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. നല്ല 10th വരെയും പഠിച്ച പോലെ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു. പിന്നെ അവര് അത് അത്ര ഇതാക്കിയില്ല. ബട്ട് അതിനുശേഷം ആ കുട്ടി ഭയങ്കരമായിട്ട് ഫോണിനോട് അഡിക്റ്റഡ് ആയി. പിന്നെ അവസാനം പാരന്റ്സ് തന്നെ ഫോൺ തല്ലിപ്പൊട്ടിക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും അങ്ങനത്തെ ഉള്ള ഗിഫ്റ്റുകൾ കൊടുക്കുക, അത് നമ്മളെപ്പോഴും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം. ഓക്കെ, അപ്പോ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഏതെങ്കിലും ഒരു സിറ്റുവേഷനുമായിട്ട് അങ്ങോട്ട് അഡാപ്റ്റ് ആവുക, ചേർന്ന് പോവുക, അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ആ ഒരു മീനിങ് ആണ്. ഇനി പിന്നെ ശരിക്കും ഒരു കോമ്പറ്റീഷൻ അങ്ങനെയുള്ള രീതിയിലൊന്നും വെക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ റിവാർഡ്സും പണിഷ്മെന്റ്സും മോണ്ടിസോറി ക്ലാസ് റൂംസിൽ ഇല്ല ശരിക്കും. ഇങ്ങനെ ഇതുപോലുള്ള പ്രൈസസും പണിഷ്മെന്റ്സും എല്ലാം അപ്പൊ അവർക്ക് പിന്നെ പ്രൈസ് കിട്ടാത്ത കുട്ടികൾക്ക് ഒരു ഫീല്, പ്രൈസ് കിട്ടിയ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഫീല്, പിന്നെ നെക്സ്റ്റ് ടൈം ഇനി അവർക്കൊരു പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അത് വേറൊരു ഫീല്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ വരും. അതാണ് അവരുടെ ആ ഒരു മൈൻഡിനെ ഇത് നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യില്ല എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഒരു സ്ലേവറി അവര് പിന്നെ പ്രൈസിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പൊ അവിടെ ഒരു ഹെൽത്തി അല്ലാത്തൊരു കോമ്പറ്റീഷൻ നടക്കും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മൾ വൺസ് ഇൻ എ വൈലൊക്കെ ഒരു സ്പോർട്സ് ഇവന്റ് ഒക്കെ നടത്തുമ്പോൾ അത് കുട്ടികൾക്ക് അറിയാം. നമ്മൾ ഓടുന്നു, നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പൊ പാർട്ടിസിപ്പേഷൻ ആണ് നല്ലതെന്നുള്ള രീതിയിൽ അവരെ മനസ്സിലാക്കിക്കുക. പക്ഷെ സ്കൂളുകൾ നല്ല രീതിയിൽ അത് ചെയ്യാറുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കും. നമ്മളൊരു റെസിഡൻസ് അസോസിയേഷന്റെ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ കാണാം, പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുഞ്ഞു കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ പ്രൈസ്, ചോക്ലേറ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതുപോലെ സെലിബ്രേഷൻസ് ഒക്കെ വയ്ക്കുമ്പോൾ. സോ അങ്ങനെ ഉള്ളതൊന്നും കുഴപ്പമില്ല. അതൊക്കെ അവർക്ക് അവരുടെ ഒരു സന്തോഷം അതൊക്കെയാണ്. ബട്ട് നമ്മളെപ്പോഴും വല്ലാത്തൊരു കോമ്പറ്റീഷൻ വെച്ച് ഒരാളെ വെച്ച് കമ്പയർ ചെയ്ത് ആ ഒരു രീതി ചെയ്യുന്നതിനേക്കാളും അതുകൊണ്ടാണ് പ്രൈസസും പണിഷ്മെന്റും ഇത് വേണ്ട എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ പ്രൈസിന് വേണ്ടി ചെയ്യുന്നതും സ്വന്തം ഇഷ്ടത്തോടെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതിന്റെ റിസൾട്ട് ഡിഫറെന്റ് ആയിരിക്കും. പ്രൈസിന് വേണ്ടി ചെയ്യുമ്പോൾ അവർ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നു, നാച്ചുറൽ ആയിട്ട് അവർക്ക് വരുന്നില്ല, അവർ ഡിസ്കംഫർട്ടഡ് ആയിത്തീരുന്നു, അവരെ കൊണ്ട് പറ്റാത്ത രീതിയിൽ അവർ കുറെ ശ്രമിക്കുന്നു. ഭയങ്കര ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് അത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഹെൽത്തി കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ കുട്ടികളിൽ പലപ്പോഴും അത് കാണും. നമ്മള് ചില ആൾക്കാരിങ്ങനെ കുട്ടികളെ കമ്പയർ ചെയ്യുന്ന കാണാറില്ലേ? ലൈക്ക് അടുത്ത വീട്ടിലെ കുട്ടി, അവന് നല്ല മാർക്ക് ഉണ്ടല്ലോ, ഇവന് 1 മാർക്കായിരിക്കും പോയിട്ടുണ്ടാവുള്ളൂ, നീ 1 മാർക്ക് എവിടെ കൊണ്ടുപോയി കളഞ്ഞു. അപ്പൊ കുട്ടി വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. അതങ്ങ് ഡിപ്രസ്ഡ് ആയി പോകും. കാരണം അവൻ വളരെ ഹാപ്പി ആയിട്ട് അവന്റെ നല്ല മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയുമായിട്ടുള്ള കമ്പാരിസൺ നടക്കുന്നത്. സോ അതെല്ലാം അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. പിന്നെ സ്ട്രഗിൾ ചെയ്യും. നെക്സ്റ്റ് ടൈം കുട്ടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വല്ലാത്ത സ്ട്രഗിൾ ചെയ്യും. നമ്മൾ എവിടേക്കോ കേട്ടിട്ടുണ്ട് ഈ അങ്ങനെ കൂടെ പഠിച്ച കുട്ടിയെ, നല്ല കൂട്ടായിരുന്നു, പക്ഷെ മാർക്കിന്റെ പ്രശ്നം വന്നപ്പോ ആ കുട്ടിയെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ അങ്ങനെ എന്തോ ചെയ്തു. ഒരു മൂവിയിൽ ഞാനത് സെയിം തന്നെ കണ്ടിട്ടുണ്ട്. പാരന്റ്സിന്റെ ഇന്റർവെൻഷൻ ആയിരുന്നു പ്രശ്നമായത്. കുട്ടികൾ നല്ല എന്താ പറയാ വളരെ സ്നേഹത്തോടെയായിരുന്നു അവരുടെ കാലം കഴിച്ചു പോകുന്നത്. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവർക്ക് തമ്മിലൊരു
അസൂയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പാരന്റ്സിന്റെ ഇഞ്ചക്ഷൻ വന്നതോടുകൂടി അത് ഭയങ്കര പ്രോബ്ലം ആയി. അപ്പോ എന്നെക്കാൾ കൂടുതൽ അവൾക്ക് അങ്ങനെ മാർക്ക് കിട്ടിപ്പോയി കഴിഞ്ഞാൽ പാരന്റ്സ് എന്നോട് ഇങ്ങനെയായിരിക്കും. സോ അവളില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് വാഷ്റൂമിൽ വെച്ച് കുട്ടി ഉപദ്രവിക്കുകയോ കൊല്ലുവോ അങ്ങനെ എന്തോ ചെയ്യുന്ന ഒരു സീനായിരുന്നു മൂവിയിൽ. നോർത്തിൽ എവിടെയോ അത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ നാച്ചുറൽ ഡെവലപ്മെന്റ് വരുന്നെങ്കിൽ കുട്ടിയുടെ ഓരോ കുട്ടിക്കും ഓരോ പൊട്ടൻഷ്യൽ അല്ലേ, എല്ലാവരും യൂണീക്കാണ്. ആ പൊട്ടൻഷ്യലിൽ അവൻ മാക്സിമം എഫേർട്ട് എടുക്കണം. പ്രൈസ് കൊടുക്കുമ്പോൾ അവന്റെ ഉള്ളിൽ അത് കിടക്കും, എനിക്ക് കിട്ടിയില്ല അപ്പൊ അടുത്ത തവണ കിട്ടണമെങ്കിൽ ഞാൻ നല്ലപോലെ ചെയ്യണം. അപ്പൊ സോ അവൻ അവന്റെ പൊട്ടൻഷ്യലിനേക്കാളും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ നാച്ചുറൽ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ അഡൽട്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും കുട്ടികളുടെ അച്ചീവ്മെന്റ്സിനെ കാണരുത്. മാർക്ക്, പോയിന്റ്, സ്റ്റാർ എന്നൊക്കെ രീതിയിൽ. പക്ഷെ നമുക്ക് സ്റ്റാർ ഒക്കെ എല്ലാ കുട്ടികൾക്കും കൊടുക്കാം അല്ലെ, എല്ലാ കുട്ടികൾക്കും കൊടുക്കുവാണെങ്കിൽ അത് ഒരു പ്രശ്നമില്ല. അതേസമയം ഈ ക്ലാസ്സിൽ മാർക്ക് വിളിച്ചു പറയുന്ന ഒരു ശീലമുണ്ട് ചില ടീച്ചർമാർക്ക് അല്ലെ, ഇതുപോലൊരു മോശം പരിപാടി വേറെ ഇല്ല. മാർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് പേഴ്സണലി പറയൂ കുട്ടികളുടെ അടുത്ത്. എത്ര വലിയ കുട്ടികളാണെങ്കിലും പേഴ്സണലി പറയൂ. ഓക്കെ. പിന്നെ വലിയ കുട്ടികളുടെ കേസിൽ നമുക്കിപ്പോ നല്ല മാർക്ക് കിട്ടിയ ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാം, അതും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പൊ ഈ കുട്ടികൾക്കുള്ളിലെല്ലാം ഒരു ഇന്നർ മോട്ടിവേഷൻ ഉണ്ട്, ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ട്. നമ്മൾ സെൽഫ് കൺസ്ട്രക്ഷൻ പറഞ്ഞു അല്ലെ, കുട്ടി സെൽഫ് മെയ്ഡ് ആണ്. അതിന് അവനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവന്റെ ഒരു ത്വര എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ആ ഉള്ളിലുള്ള ആ ഒരു സ്പാർക്ക് ആണ് അവനെ കൊണ്ട് അവന്റെ മാക്സിമം എഫേർട്ട് എടുക്കുന്നത്. അങ്ങനെയാണ് അവൻ ചെയ്യുന്ന വർക്കുമായിട്ട് അഡാപ്റ്റ് ആവുന്നത്, ആ വർക്കുമായിട്ട് അവൻ യോജിച്ച് അതിനോട് വളരെ ഇൻട്രസ്റ്റോട് കൂടി ചേർന്ന് ചെയ്യുന്നത്. അതേസമയം അവനെ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുമ്പോഴേക്കും റിസൾട്ട് നാച്ചുറൽ ആയിട്ട് വരില്ല. നമ്മൾ പറയില്ലേ, ഞെക്കി പഴുപ്പിച്ച പഴത്തിനേക്കാൾ ടേസ്റ്റ് തന്നെ നിന്ന് പഴുക്കുക. നമ്മൾ ഇപ്പം മരങ്ങളിൽ ഇപ്പം ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും മരത്തിൽ നിന്ന് പഴുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയാകുന്നത് അങ്ങനെ ആയിട്ടല്ലേ നമ്മൾ അത് എടുക്കാറുള്ളൂ. സോ അതുപോലെ കുട്ടികളുടെയും ഇത് തന്നെ ആ ഒരു എഫേർട്ട് തന്നെ വരണം. സാറ്റിസ്ഫാക്ഷൻ, ആ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് അവന്റെ റിവാർഡ്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അവരുടെ ഒരു മുഖം കാണുന്ന ഭയങ്കര ഒരു സന്തോഷവും ആ ഒരു രീതിയിൽ തന്നെ പോകും. നെക്സ്റ്റ് 13 ഫ്രീഡം ഫ്രം പ്രഷർ. പ്രീവിയസ് വൺ, അതായത് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. പ്രഷറൈസ് ചെയ്ത് ചെയ്യിക്കുന്നത്, ഞെക്കി പഴിപ്പിച്ച പഴം എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള പ്രഷറിൽ നിന്നെല്ലാം ഇവരെ റിലീഫ് ചെയ്യിക്കണം. അവരെ ഫ്രീ ആയിട്ട് വിടണം. ഫ്രീ ആയിട്ടുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരിടത്ത് ജോലി ചെയ്യുന്നു, നമ്മൾക്ക് ഭയങ്കര പ്രഷറാണ് ടോപ്പിൽ നിന്ന്, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും അല്ലെ. അപ്പൊ നമ്മൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ലൊരു എൻവയോൺമെന്റ് ആണ് ജോബ് ചെയ്യാനുള്ളതെങ്കിൽ നമ്മളും വളരെ നല്ല പോലെ നമ്മുടെ ഔട്ട്പുട്ട്, ആ വർക്ക് ഔട്ട്പുട്ട് അത് നല്ലത് തന്നെയായിരിക്കും. അതാരാ വായിക്കുക? ഫ്രീഡം ഫ്രം പ്രഷർ. വായിക്കട്ടെ മാം? Yes, please. Freedom from pressure. He is permitted to grow at his own rate and development. He does not require too much up to the hopes of others. Through the freedom given in a Montessori environment, the child has an unique opportunity to reflect upon his own actions to determine their after effect both for himself and for others, to test himself against the limits of reality, to learn what gives him a sense of accomplishment and what leaves him empty and dissatisfied, and to find out both his capabilities and his defects. The opportunity to develop self-knowledge, it is one of the most important results of freedom in a Montessori classroom. So, freedom from pressure. നാച്ചുറൽ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അവരുടെ ഓൺ റേറ്റില്, അതായത് ഓരോ കുട്ടിക്കും ഒരു ആക്ടിവിറ്റി ചെയ്യാനാണെങ്കിലും അവർക്ക് അവരുടേതായ പേസ് ഉണ്ട്, സ്പീഡ്, റേറ്റ്, സമയം അല്ലെ. 10 മിനിറ്റ് കൊണ്ട് ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു. സെയിം ആക്ടിവിറ്റി വേറൊരു കുട്ടിക്ക് 20 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. വേറൊരു കുട്ടി അത് 5 മിനിറ്റ്സ് കൊണ്ട് ചെയ്യുമായിരിക്കും. ഓരോ കുട്ടിയും യുണീക്ക് ആണ്, ഓരോ കുട്ടിയുടെ പൊട്ടൻഷ്യൽ വേറെയാണ്. ഇനി വേറൊരു ഏരിയയിലുള്ള ഒരു ആക്ടിവിറ്റി പ്രീവിയസ് ഏരിയയിലെ ചെയ്ത കുട്ടി, കൂടുതൽ ടൈം എടുത്ത കുട്ടി ചിലപ്പോൾ കുറഞ്ഞ ടൈമിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ലാംഗ്വേജ് ഏരിയയിൽ ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, കുറേ സമയം എടുത്തു,
ബട്ട് മാത്തമാറ്റിക്കൽ ഏരിയയിൽ അഡീഷൻ ചെയ്യാൻ ആ കുട്ടി കുറച്ച് സമയം എടുത്തുള്ളൂ. ദാറ്റ് മീൻസ് അവരുടെ ഓരോ ഇൻട്രസ്റ്റ് അല്ലെ. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ സബ്ജക്ട് പഠിക്കുമ്പോൾ അവന് സയൻസ് ഭയങ്കര ഇഷ്ടം, മാത്സ് ഭയങ്കര ഇഷ്ടം, ഹിന്ദി ഭയങ്കര ഇഷ്ടം, ഹിന്ദി ഒട്ടും ഇഷ്ടമല്ല ഹിന്ദി, അങ്ങനെ നമ്മൾ ഓരോന്നിനെ പറ്റി പറയില്ലേ. സോ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ടീച്ചർ ഓൾസോ അവര് സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നത് അതും ഉണ്ട് കേട്ടോ, അതൊരു കാര്യമുണ്ട്. പിന്നെ ചില ഒരു ടേസ്റ്റുകൾ അവർക്ക് ആ ഒരു മാത്തമാറ്റിക്കൽ അത് ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ സയൻസ് ഏരിയയിൽ കുറച്ചുകൂടെ റിസർച്ച് ഡിസ്കവറീസ് അതൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവുമായിരിക്കും. ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന കുറെ കുട്ടികളുണ്ടാവും, സോഷ്യലൊക്കെ ഇഷ്ടപ്പെടുന്നത്, മലയാളം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോ കുട്ടിയുടെയും ടേസ്റ്റും ഇൻട്രസ്റ്റും ഡിഫറെന്റ് ആണ്. സോ അതിനനുസരിച്ചായിരിക്കും അവരുടെ റേറ്റ്, അതായത് സ്പീഡ്, പേസ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, പേസ്, PSE. അപ്പൊ മറ്റുള്ളവരുടെ ഹോപ്പിനനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇവര് മാച്ച് ആവണമെന്നില്ല അല്ലെ. അച്ഛനും അമ്മയും ഭയങ്കര സ്റ്റുഡിയസ്, രണ്ടുപേരും ഡോക്ടേഴ്സ്, കുട്ടി ഡോക്ടർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുട്ടി ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയില്. ഓക്കെ, സോ ദെൻ അങ്ങനെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡം കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊരു അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ് ശരിക്കും. ഓൺ ആക്ഷൻസ്, ഓക്കെ, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് സിമിലർ ആണ്, ബട്ട് ഓരോരുത്തരും എടുക്കുന്നത് ഓരോ രീതിയിലായിരിക്കും. ഒരു കുട്ടി എടുക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരു കുട്ടി എടുക്കുന്നത്. അതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് അവനിലും ഉണ്ടാകും, മറ്റുള്ളവരിലും ഉണ്ടാകും. ഇനി റിയാലിറ്റി ഓറിയന്റഡ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. റിയാലിറ്റി നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ഇവനൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കുമ്പോൾ അക്കംപ്ലിഷ്മെന്റ് അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും നല്ലൊരു പ്രൈഡ് ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും. പ്രൈഡ് അല്ല, പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. അതേസമയം നമ്മൾ പ്രഷറൈസ് ചെയ്യുവാണെങ്കിൽ അവന്റേതല്ലാത്ത നാച്ചുറൽ അല്ലാത്ത രീതിയിൽ റിയൽ ആയിട്ടല്ലാതെ അത് ആക്ഷൻ നടക്കും. നിർബന്ധിച്ചിരുത്തി മാത്സിന്റെ അഡീഷൻ ചെയ്യിക്കുന്നു. സോ അവനൊട്ടും താല്പര്യമില്ലാതെ ആ സമയത്ത് ചെയ്യാനായിട്ട് നിർബന്ധിച്ച് ഓരോന്നിങ്ങനെ നമ്മളുടെ ഷൗട്ടിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് പറയുന്നതിനനുസരിച്ച് അവനിങ്ങനെ ചെയ്യുമ്പോഴേക്കും ശരിക്കും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല, ഡിസ്സാറ്റിസ്ഫൈഡ് ആവുക. അങ്ങനെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ അപ്പൊ റിയാലിറ്റി അല്ല, റിയൽ അല്ലാതെ അവനെ ഫോഴ്സ്ഫുള്ളി അവനെ ചെയ്യിക്കുക. അവന്റെ ഉള്ളിൽ തന്നെത്താനെ വന്നവൻ ചെയ്യുമല്ല, ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോഴേക്കും അവനവിടെ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് നമ്മളുടെ ഹോപ്പിനനുസരിച്ച് ഇവൻ ഡോക്ടർ ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് ജനിക്കുമ്പോഴേ ഇതിനു മുമ്പേ തന്നെ പ്ലാനിങ് ആയിരിക്കും. അങ്ങനെ കുട്ടികളെ കൊണ്ട് നടക്കുന്ന പാരന്റ്സ് ഉണ്ട്. മൂവിയിൽ ഇതുപോലെ കണ്ടിരുന്നു ഒരു ഡോക്ടർ. അപ്പൊ ഏതോ ഒരു ഫീൽഡില് തന്നെ ഡോക്ടർ ആകണം എന്നും പറഞ്ഞ് മകനെ ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ മകന് ഇഷ്ടം കുറച്ചുകൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മെഡിക്കൽ ഫീൽഡിൽ തന്നെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. +2 അവൻ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച മോഡല് അവന്റെ അച്ഛൻ നശിപ്പിച്ചു കളയുക. അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുന്ന ഒരു കേസ് ഉണ്ട്. അതിന് പറയുന്നത് നമ്മളുടെ സ്ഫടികം മൂവിയില് അല്ലെ, അച്ഛൻ മാത്സ് ടീച്ചർ, മകന് സയൻസിനോടും ഇൻവെൻഷനോടും താല്പര്യം, പുതിയ പുതിയ ഡിസ്കവറീസ് കണ്ടുപിടിക്കാൻ താല്പര്യം. അപ്പൊ തട്ടിന്റെ മുകളിൽ അവൻ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ കാണുവാണ്. അപ്പൊ അച്ഛനുണ്ടാകുന്ന ഗിൽറ്റി ഫീലിംഗ്. അപ്പോഴേക്കും മകന്റെ ലൈഫേ മാറി ഒരു ബ്രാറ്റായി കഴിഞ്ഞു. ഒരു ധൂർത്തുപുത്രനോ മുടിയനായ പുത്രൻ എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലേക്ക് ആ ക്യാരക്ടർ മാറിപ്പോയി. അങ്ങനെ അവരുടെ ഫാമിലിയിൽ പല നഷ്ടങ്ങൾ സംഭവിക്കുന്നു, ലൈഫ് സ്റ്റൈല് മാറി, മകന്റെ ആ ഒരു രീതിയൊക്കെ സംഭവിക്കുന്നു. അപ്പൊ അതാണ് പറയുന്നത്, പ്രഷറൈസ് ചെയ്യുമ്പോൾ കുട്ടികൾ ഡിസ്സാറ്റിസ്ഫൈഡ് ആകും, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അവരുടേതായ ഓൺ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആവുന്നു. നാച്ചുറലായിട്ട് അവരിൽ ഡെവലപ്മെന്റും എല്ലാ കാര്യങ്ങളിലും വരും. നമ്മള് മണിക്കൂറുകൾ എടുത്ത് അഡീഷൻ ചെയ്യിപ്പിക്കുന്നത് അവന്റെ രീതിയിലാവുമ്പോൾ അത് വളരെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ അവൻ ചെയ്യുന്നത്. ശരിക്കും കുട്ടികൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നാ പറയുന്നത്, സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ സെൽഫായിട്ട് നോളജ് അവരിൽ ഡെവലപ്പ് ആയിട്ട് വരും.
ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക, നമുക്ക് താല്പര്യമുള്ളതാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും. അങ്ങനെ കൂടുതൽ അറിഞ്ഞ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ അതൊരു അറിവായിട്ട് നമ്മുടെ ഉള്ളിൽ എല്ലാ കാലവും ഉണ്ടാവും, നോളജ് ആയിട്ട് മാറും ആ ഇൻഫർമേഷൻ. അതുപോലെ തന്നെയാണ് കുട്ടികളിലും നോളജ് ഡെവലപ്പ് ചെയ്യുന്നത്. അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് അറിഞ്ഞ് മനസ്സിലാക്കി അത് അവരുടെ ഉള്ളിൽ നോളജ് ആയിട്ടിരിക്കും. നമുക്കറിയാം കിട്ടുന്നത് എന്തും അവരുടെ ഉള്ളിൽ ഇംപ്രഷൻസ് ആയിട്ടിരിക്കും. സോ അത് നല്ല രീതിയിലുള്ള അറിവുകളായിട്ട് അവരിലേക്ക് കിട്ടുമ്പോൾ അത് എല്ലാ കാലവും അവരുടെ ഉള്ളിലുണ്ടായിരിക്കും അല്ലെ. ഇത് ആ ഒരു ഓപ്പർച്യൂണിറ്റി പ്രഷറൈസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അവരുടെ സെൽഫ് നോളജ് ഡെവലപ്പ് ആകുന്നു. അതുപോലെ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ നിന്ന്. ഇങ്ങനെ ഒരു ഫ്രീഡം, അവരെ നിർബന്ധിക്കാതെ അവരുടെ രീതിയിൽ അവരുടെ ഓൺ റേറ്റിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യുന്നു. ഒരു ഫ്രീഡം അവർക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ്, അത് നല്ലൊരു റിസൾട്ട് ആയിരുന്നു മോണ്ടിസോറി എൻവയോൺമെന്റിൽ കണ്ടത്. അതുകൊണ്ടാണ് അതൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, സ്ട്രക്ചർ ആൻഡ് ഓർഡർ. ആരാ വായിക്കാൻ റെഡി ആയിട്ടുള്ളത്? Structure and order. While structure and order seem counterintuitive to the freedom earlier mentioned, nothing could be further from the truth. Structure and order in the Montessori classroom exactly reflect the sense of structure and order in the universe. By using the Montessori classroom environment as a microcosm of the universe, the child starts to internalize the order that surrounds him, thus making sense of the world in which he lives. Montessori's അടുത്ത പാരഗ്രാഫ് വായിച്ചോട്ടെ മാം, അത് അവിടെ വരെ മതിയോ? വായിച്ചോ, അത് മുഴുവൻ വായിച്ചോളൂ, കുഴപ്പമില്ല. കുറെ ക്ലാസ്സസ് ആയില്ലേ, കുഞ്ഞായിട്ട് വായിക്കട്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇല്ല. Montessori stated that there is a sensitive period for order which happens between the ages of 1 and 3 years of age. This is when the child sets on drawing conclusions of the world around him. If there is no order to his environment, the child's sense of reason may be off because he will not be able to approve his findings. Through order, children learn to trust the environment and learn to interact with it in a positive way. Only in an accurate and determined environment can a child categorize his perceptions and thus from an inner conceptual. അതെന്താ മാം വായിക്കുക? Conceptual framework with which is understand and connect with his world. Through order, children are able to find materials of his selection. Their selection is further assisted in the environment by arranging materials as per children, the probability of a complete cycle activity when using the material. No parts of the material should be missing. He should find all the pieces for the exercise he selects. It is necessary to understand that in proceeding to develop freedom, it should be clearly established that only destructive acts of the child should be limited. All the rest, every manifestation having useful scope, whatever it be, and under whatever from it express itself, must not only be permitted but must be observed by the teacher. ായിരുന്നു ചോദിച്ച സമയത്ത് കൺസെപ്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾക്ക് ഓരോ കൺസെപ്റ്റ്സ് ഉണ്ടാവില്ലേ, അതിന്റെ ഒരു ഫോർമേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അബ്സ്ട്രാക്ട്, ഒരു വിവരണം ഒക്കെ നമ്മൾ പറയില്ലേ, അതാണ്. ഓക്കെ, സോ സ്ട്രക്ചർ ആൻഡ് ഓർഡർ നമ്മൾ പറഞ്ഞു. സാധാരണ ഒരു സ്കൂളുകളിലെ ക്ലാസ് റൂം പോലെയല്ല മോണ്ടിസോറി എൻവയോൺമെന്റ്, അത് ഡിഫറെന്റ് ആണ്. അതിനെ മറിയ മോണ്ടിസോറി പല കാര്യങ്ങളും കുട്ടികളിൽ ഒബ്സർവ് ചെയ്ത് അവരുടെ ആക്ടിവിറ്റീസ് കണ്ട് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് മറിയ മോണ്ടിസോറി ആ രീതിയിൽ
ക്ലാസ് റൂം സെറ്റ് ചെയ്തത്, മീൻസ് ഡിസൈൻ ചെയ്തത്. സാഡേ കമ്പനി തുടങ്ങിയപ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തത്. പിന്നെ വരുന്ന കുട്ടികൾക്കനുസരിച്ച് അതിന് മോഡിഫിക്കേഷൻ വരുത്താനും അവർ മടിച്ചില്ല. അല്ലാതെ അവർ ആദ്യമേ ഡിസൈൻ ചെയ്തതിൽ തന്നെ കുട്ടികൾ വളരണമെന്നുള്ള യാതൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്കനുസരിച്ച് അവർ ആ എൻവയോൺമെന്റ് മാറ്റി. ബട്ട് അവരൊരു കാര്യം ശ്രദ്ധിച്ചു, അതിനകത്ത് ഒരു യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ, അതാണ് മാക്രോകോസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത്. ഒരു മിനിയേച്ചർ മോഡൽ ഓഫ് യൂണിവേഴ്സ്, മാക്രോകോസം ഓഫ് ദ യൂണിവേഴ്സ് എന്ന മിനിയേച്ചർ മോഡൽ ഓഫ് യൂണിവേഴ്സ്, അതാണ് അവരവിടെ സെറ്റ് ചെയ്തത്. ഇനി സ്ട്രക്ചറും ഓർഡറും, കുട്ടികളിലെ ഓർഡർ വരുന്ന കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, അത് സെൽഫ് ജനറേറ്റഡ് ആണ്. കൗണ്ടർ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൽഫ് ജനറേറ്റഡ്, തന്നെത്താനെ വരുന്നു. അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ച് ഇങ്ങനെ ആയിരിക്കണം. അതായത് ഇപ്പൊ ഒരു റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തു വെച്ചാൽ ആ പ്രോഗ്രാമിനനുസരിച്ചല്ലേ റോബോട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ റോബോട്ട് കംപ്ലീറ്റ് പോകും അല്ലെ. അപ്പൊ ആ രീതിയിലല്ല നമ്മൾ കുട്ടികളെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുകയല്ല വേണ്ടത്. അവര് ത്രൂ പ്രാക്ടീസ്, എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങള്, അവർ കാണുന്ന കുറെ കാര്യങ്ങൾ എല്ലാം അവർ അബ്സോർബ് ചെയ്യും. അങ്ങനെ അവരിൽ ഒരു ഓർഡർ വരും. അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയിലൂടെ അവരിൽ ഒരു ഓർഡർ വരും. ഒരു മെറ്റീരിയൽ ഒരു കുട്ടിക്ക് കൊടുക്കുമല്ല, അവൻ പോയി അവന് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുത്തുകൊണ്ട് വരുന്നു. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇരുന്ന് ആ മെറ്റീരിയൽ വെച്ച് ആക്ടിവിറ്റി ചെയ്യും. ബട്ട് അവിടെ ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആ മെറ്റീരിയൽസ് ഒരു മാറ്റ് വിരിച്ച് അതിന്റെ മുകളിൽ വെച്ച് വേണം ചെയ്യാൻ. സോ ആ മാറ്റ് എവിടെ ഇരിക്കുന്നോ ആ ഏരിയ മാത്രമേ അവൻ യൂസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് അവനിലൊരു സ്ട്രക്ചറും ഓർഡറും തന്നെ വരുമോ, തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നില്ല. സോ അങ്ങനെ റിപ്പീറ്റഡ്ലി അവൻ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്കും അവൻ നോർമലൈസ്ഡ് ആവുകയാണ്. അതിൽ ചെറിയ അജിറ്റേഷൻ, വയലന്റ് ആയിട്ടുള്ള ക്യാരക്ടർ, ഡിസ്റ്റർബിങ് ക്യാരക്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ഈ ആക്ടിവിറ്റി ചെയ്യാൻ അവൻ കോംപ്രമൈസ് ചെയ്തില്ലേ, എനിക്ക് ഈ ഏരിയ മതി, ഈ മാറ്റിരിക്കുന്ന സ്ഥലം മതി, എനിക്ക് ഈ ആക്ടിവിറ്റി ചെയ്യണം, അതാണ് എനിക്ക് ഇമ്പോർട്ടൻസ്, അത് അവന്റെ ഉള്ളിൽ വരുവാണ്. ആ ഒരു ഇന്നർ മോട്ടിവേഷൻ അത് വരുമ്പോൾ അവൻ തന്നെത്താനെ അവിടെ ഇരുന്ന് ചെയ്യും. അവൻ നോർമലൈസേഷനിലേക്ക് വരുന്നു. നോർമലൈസേഷൻ ഡീവിയേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഒരു സ്ട്രക്ചർ ആൻഡ് ഓർഡർ എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പൊ ലൈക്ക് പിന്നെ പതുക്കെ ഡിസിപ്ലിനിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ വേറെ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. സെയിം തന്നെയാണ് ഇവിടെ സ്ട്രക്ചർ ആൻഡ് ഓർഡർ. സെൽഫ് ജനറേറ്റഡ് ആണ്, അല്ലാണ്ട് നീ ഇങ്ങനെ ആദ്യം ഈ സ്റ്റെപ്പ് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് ഇത് ചെയ്യണം, അങ്ങനെയല്ല. ബട്ട് അവർ ഓരോന്നും ചെയ്യുന്നത് അവർ ഒരു ഓർഡറായി മാറും. അപ്പൊ മോർണിംഗ് എണീറ്റു, രാവിലെ ഓരോ ആക്ടിവിറ്റി അവർ ചെയ്യുന്നുണ്ടല്ലോ രാവിലെ, അങ്ങനെ അഡൾട്ട് ആവുമ്പോഴേക്കും അവരിൽ അതൊരു നല്ല ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്യുവാണ്, ഒരു ഓർഡർ ഫോം ചെയ്യുന്നു. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ബീച്ചിൽ പോയ അമ്മ ചൂട് കാരണം ജാക്കറ്റ് മാറ്റി കയ്യിൽ ഇങ്ങനെ ചുമ്മാ ഹാങ് ചെയ്തപ്പോ കുട്ടിക്ക് ഭയങ്കരമായിട്ട് അത് ഡിസ്റ്റർബ്ഡ് ആയി, അവൻ വാശി പിടിച്ച് കരയാൻ തുടങ്ങി. മറിയ മോണ്ടിസോറിക്ക് അത് മനസ്സിലായി. അവരെങ്ങനെ ചെയ്തപ്പോഴേക്കും കുട്ടി ഭയങ്കര ഹാപ്പിയായി കരച്ചിൽ നിർത്തി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ അവന്റെ തോട്ട് അനുസരിച്ച് ജാക്കറ്റ് അത് ഇടാനുള്ളതാ, കയ്യിൽ വെറുതെ റഗ് പോലെ ഒരു തുണി പോലെ തൂക്കി ഇടാനുള്ളതല്ല എന്നുള്ള രീതിയിൽ 1.5 വയസ്സായത് തന്നെ അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് പറയാനായിട്ട് പറ്റുന്നുണ്ടായില്ല. അപ്പൊ അവൻ കാണിച്ച എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള അവന്റെ കരച്ചിലായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ മോണ്ടിസോറി ക്ലാസ് റൂം എൻവയോൺമെന്റ് ഒരു മിനിയേച്ചർ വേർഷൻ ആയിട്ട് മാറുവാണ് യൂണിവേഴ്സിന്റെ. അപ്പൊ കുട്ടികളെല്ലാം ഇങ്ങനെ ആ യൂണിവേഴ്സ് പുറത്തവരെ ഇറങ്ങുമ്പോൾ എന്തെല്ലാം കാണുന്നു അതെല്ലാമാണ് അവിടത്തെ മെറ്റീരിയൽസ്. ആ ഒരു രീതിയിലാണ്. ശരിക്കും അവർക്ക് കുറെ ജോമെട്രിക്കൽ ഷേപ്സ് ഉണ്ട്. അതില് എഗിന്റെ ഷേപ്പ് ഉള്ളതുണ്ട്, സ്ഫിയറിന്റെ ഷേപ്പ് ഉള്ളതുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഷേപ്പിൽ വരുന്ന കാര്യങ്ങളെല്ലാം അവർ സറൗണ്ടിങ്സിലുള്ളതുമായിട്ട് കണക്ട് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു മിനിയേച്ചർ യൂണിവേഴ്സ് ആണ് ഈ ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ 1 to 3 years അല്ലെങ്കിൽ ബർത്ത് തുടങ്ങി 3 years എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് ശരിക്കും ഒരു സെൻസിറ്റീവ് പീരീഡ് ആണ്. ദേ ആർ യൂസിങ് ഓൾ ദെയർ സെൻസസ്. അവരവരുടെ സെൻസസ് വളരെയധികം യൂസ് ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സെൻസിറ്റീവ് പീരീഡ് ആണ്. കിട്ടുന്നതും കാണുന്നതും എല്ലാം അവര് ത്രൂ ദാറ്റ് സെൻസസ് അങ്ങ് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഒരു പിക്ചർ, പുറത്ത് കാണുന്ന പല കാര്യങ്ങളെ കുറിച്ചൊരു മെന്റൽ പിക്ചർ, ഒരു പിക്ചർ അവരുടെ മനസ്സിലുണ്ടാകും. അപ്പൊ ഇങ്ങനെ ഒരു എൻവയോൺമെന്റിൽ നിന്ന് തന്നെ അവന് ഈ ഒരു ഓർഡർ കിട്ടുവാണ്. മീൻസ് ഇപ്പൊ രാവിലെ എണീക്കും, ഡേ ടൈം നല്ല ലൈറ്റ് ഉണ്ട്, രാത്രിയാകുമ്പോൾ ഇരുട്ടാവും, നമ്മൾ ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യണം,
നമുക്ക് ചിലപ്പോ ചൂട് സമയത്ത് കാറ്റിന് ഫാൻ ഇടണം. അപ്പൊ അതെല്ലാം ഇവരിങ്ങനെ വീടുകളിൽ നിന്ന് പഠിക്കുവാണ്. ക്ലാസ് റൂമിൽ ചെല്ലുമ്പോഴും ഇതുപോലെ ആ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യണം, ടോയ്ലറ്റിൽ പോകണം, ടോയ്ലറ്റ് ട്രെയിനിങ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കുളിക്കുക, അങ്ങനെ അവന്റെ കുറെ കാര്യങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന ഹൈജീൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇവനിങ്ങനെ ഈ എൻവയോൺമെന്റിൽ നിന്നാണ് കിട്ടുന്നത്. എന്തോ ഇപ്പൊ എത്രാമത്തെ പേജ് എടുക്കണം? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? കാരണം എന്റെ പേജ് നമ്പർ, എനിക്ക് പേജ് നമ്പർ ശരിക്കും ഇല്ല, എനിക്ക് അതിന്റെ പ്രിന്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കോ പേജ്? യൂണിറ്റ് 7 ആണ് ഇപ്പൊ നമുക്ക് എടുത്തോണ്ടിരിക്കുന്നത്. യൂണിറ്റ് 7 പേജ് നമ്പർ 5 ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം. അതായത് യൂണിറ്റ് 7 മറിച്ച് പോകുമ്പോ 5. പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ പേജ് നമ്പർ 125. ഞാൻ PDF പറഞ്ഞത്. എന്റെ ഇതില് പേജ് നമ്പർ ഇല്ല. ഞാനും ഓരോരോ യൂണിറ്റ് ആയിട്ട് പ്രിന്റ് എടുത്ത് വെച്ചേക്കുക. കിട്ടിയോ? ആരായിരുന്നു ചോദിച്ചത്? എടുത്തോ? പേജ് എടുത്തോ? ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ എത്രയാന്നാ പറഞ്ഞേ? 125 105 ഓക്കെ, കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പാർട്ട് 3 യൂണിറ്റ് 7 മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. അതിൽ നമ്മൾ സ്ട്രക്ചർ ആൻഡ് ഓർഡർ ആണ് എടുക്കുന്നത്. ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ, ഫ്രീഡം ഫ്രം പ്രഷർ, അതെല്ലാം കഴിഞ്ഞ് സ്ട്രക്ചർ ആൻഡ് ഓർഡർ. കറക്റ്റ് അല്ലേ? ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ആരെങ്കിലും ആ ഒരു പേജ് നമ്പർ പറയൂ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പേജ് നമ്പർ ഇട്ടേക്കെ, അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി ലേറ്റ് ആയിട്ട് തന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെ എൻവയോൺമെന്റിൽ സ്ഥിരം കാണുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്കൊരു ട്രസ്റ്റ് ഫോം ചെയ്യും ഇവരുടെ ഉള്ളിൽ. യെസ്, അതങ്ങനെയാണ്. പൂക്കള് കാണുമ്പോൾ, വെള്ളം, വാട്ടർ സോഴ്സസ് കാണുമ്പോൾ, അങ്ങനെ അതെല്ലാം യൂണിവേഴ്സിന്റെ ഓരോ കാര്യം കുട്ടി ഓരോ വലുതാകും തോറും ഓരോന്ന് ഇങ്ങനെ കാണും. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ ഇതുപോലുള്ള ഒരു എൻവയോൺമെന്റിലാണ് കുട്ടികൾക്ക് ശരിക്കും അപ്പം ഈ കുട്ടികളുടെ കാഴ്ചപ്പാട്, അവരുടെ പെർസെപ്ഷൻ, അവരുടെ ഒരു കാഴ്ചപ്പാട്, അവർ കാണുന്നതും ഒരു അഡൾട്ട് കാണുന്നതും തമ്മിൽ നല്ല ഡിഫറെന്റ് അല്ലേ? ഒരു അഡൾട്ട് കുത്തിയിരുന്ന് ഉറുമ്പ് പോണത് നോക്കൂ, പക്ഷെ കുഞ്ഞുങ്ങൾ നോക്കും. അവർ ഡിസ്കവർ ചെയ്യുന്നത് വേറെ ആയിരിക്കും, അവർ റിലേറ്റ് ചെയ്യുന്നത് വേറെ ആയിരിക്കും, അവരുടെ ഒരു കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും. മഴ പെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും. അഡൾട്ടിന്റെ പോസിറ്റീവ് ആയിരിക്കില്ല ഒരു മഴ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ യൂണിവേഴ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും പെർസെപ്ഷൻ, അതിന്റെ ഒരു മെന്റൽ പിക്ചർ ഇവന്റെ മനസ്സിലുണ്ടാവുമായിരിക്കും. അപ്പൊ അവനറിയാം വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ എന്താ പറയാ കളിക്കാനായിട്ട് പോകും. ഫ്രണ്ട്സോ അല്ലെങ്കിൽ സിബ്ലിങ്സ്, ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ കളിക്കാൻ പറ്റുന്ന സമയമാണ്. അങ്ങനെ അവൻ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനും ഒരു ഓർഡർ ആവുകയാണ്. ചിലപ്പം അമ്മമാര് പറയുമായിരിക്കും ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കളിക്കാം. അപ്പൊ അവരുടെ മനസ്സിൽ അതിങ്ങനെ രജിസ്റ്റർ ആവുക, യെസ്, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കളിക്കാനായിട്ട് പറ്റും. അത് നടന്നില്ലെങ്കിൽ അതുവരെ അവര് വെയിറ്റ് ചെയ്യും. നടന്നില്ലെങ്കിൽ അവര് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നത് കാണാം. ഞങ്ങള് ഒരു 3 ഫാമിലി ആയിട്ട് നമ്മള് വണ്ടർലയിൽ പോയപ്പോ അതിൽ ഏറ്റവും കുഞ്ഞിയൊരു മോളുണ്ടായിരുന്നു കേട്ടോ. മേ ബി ഒരു 3 years ആയിട്ടേ ഉള്ളൂ ആ കുട്ടിക്ക്. വണ്ടർലയിലെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് 7 o'clock ആയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ പുറത്ത് കുറെ ഇങ്ങനെ വലിയ ഈ മൗസ് എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പോയപ്പോഴാണ് ഐസ്ക്രീം സെല്ലറെ കണ്ടത്. കുട്ടി പറഞ്ഞു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിക്കാമെന്ന്. സോ ഈ മോളിങ്ങനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. പല രീതിയിൽ ഫോട്ടോ എടുക്കുന്നു എല്ലാരും. പക്ഷെ ആ ഒരു കാര്യം മറന്നുപോയി, ഐസ്ക്രീമിന്റെ. ഓരോരുത്തർ ഒരു ഫാമിലി എടുക്കുന്നു, 2 ഫാമിലി എടുക്കുന്നു, ഒരുമിച്ചെടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോയപ്പോഴേക്കും കുഞ്ഞ് അത്രയും നേരം ക്ഷമയോടെ ഇരുന്നിട്ട് അത് ചോദിച്ചു, ഇനി ഐസ്ക്രീം വാങ്ങാലോ അല്ലേന്ന്. അപ്പൊ അവര് അതൊരു ഓർഡർ ആയിട്ടിരിക്കുക. അത് കഴിയുമ്പോ എനിക്ക് ഐസ്ക്രീം കിട്ടും. അപ്പൊ അത് കഴിയണ വരെ അതിങ്ങനെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തു. അപ്പൊ കുട്ടികളിൽ ആ ഒരു പവർ ഉണ്ട്.
അവർക്ക് ആ ഒരു എന്താ പറയാ, അവർക്ക് ആ ഒരു ക്ഷമയുണ്ട്. നമ്മൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് അവർ അജിറ്റേറ്റഡ് ആവുന്നത് ശരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവരെ ഇന്ററാക്ട് ചെയ്യിക്കണം. വീടിനകത്ത് അടച്ചു വെക്കുന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറും ഓർഡറും അവർക്ക് കിട്ടില്ല. ഇങ്ങനെയാകുമ്പോൾ പുറത്തൊരു ഫംഗ്ഷന് പോകുമ്പോൾ അവർക്കറിയാം എങ്ങനെയാ അത്. കുറച്ചു മുമ്പ് ശരണി പറഞ്ഞ പോലെ ഗ്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് എടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കും. ഇനി അവർക്കത് എടുക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ അവർ നമ്മളോട് പറയും എനിക്ക് എടുത്തു തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ തന്നെ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ഓർഡർ ഇവർക്ക് ഫോം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവർക്ക് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാം. എൻവയോൺമെന്റിൽ നിന്ന് ആ മെറ്റീരിയൽസ് അവർക്ക് അറേഞ്ച് ചെയ്യാം. നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റ് മെറ്റീരിയൽ നമ്മൾ മാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ മാറ്റിൽ വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലെ കിച്ചണിൽ ചെയ്യിക്കുമ്പോൾ നമുക്ക് വലിയ ട്രേ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ ക്ലോത്ത് ഇല്ലേ, നാപ്കിൻ, ഇങ്ങനെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വലിയ ടവൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് കൊടുക്കാം. കുട്ടി തന്നെ ജഗ്ഗിന്ന് വെള്ളം എടുക്കുമ്പോൾ നോ പ്രോബ്ലം, ഒരു ചെറിയ തുടയ്ക്കാൻ പറ്റുന്ന നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ കൊടുക്കാം. അപ്പൊ അത് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ അതെടുത്ത് ഒരു പ്രാവശ്യം നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ തന്നെ അത് ചെയ്യും. അതേസമയം അതിനെ ഷൗട്ട് ചെയ്ത് അതിന്റെ സെൽഫ് കോൺസെപ്റ്റ് തന്നെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ, സെൽഫ് എസ്റ്റീം നമ്മൾ നശിപ്പിച്ചു കളയും. ഇനി എന്തിനു കൊള്ളാം, എന്തിനത് ചെയ്യാൻ പോകുക, ആ ഒരു രീതി പറയുമ്പോഴേക്കും അവർക്ക് ഒരു ഗിൽട്ടി ഫീൽ ആയിരിക്കും. ഞാൻ എന്ത് ചെയ്താലും മിസ്റ്റേക്ക് ആയി പോകും, ലൈക്ക് ദാറ്റ്. അങ്ങനെ എൻവയോൺമെന്റിൽ കാണുന്ന എല്ലാം ഇവര് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. സോ ഇവരിലൊരു ഓർഡർ ഫോം ചെയ്യുവാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ അപ്പിയറൻസ് എന്നാണ് മീനിങ്. ആ ഒരു എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കുട്ടികളിൽ വരുന്നു. എന്തെല്ലാമാണോ അവർ കാണുന്നത് അവർ എക്സ്പ്രസ് ചെയ്യുന്നതിലും ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഈ രീതിയിലൊരു എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് അവരെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ സെൽഫായിട്ട് ചെയ്യുമ്പോൾ ഈ അവർ കാണുന്ന കാര്യങ്ങൾ, അവരുടെ പെർസെപ്ഷൻ, അവരുടെ കാഴ്ചപ്പാടിലൂടെ അവർ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു മെന്റൽ പിക്ചറും ക്ലിയർ അപ്പിയറൻസും അവർക്കുണ്ടാകും. അത് അവരുടെ ആക്ഷൻസിലും കാണിക്കും, അവർ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ആ ഒരു അവസരം കൊടുക്കാത്ത കുട്ടികളാണ് പലതും. അവർ എക്സ്പ്രസീവ് ആവില്ല, പല കാര്യങ്ങളും അവർ മറച്ചു വെക്കും, ഒതുക്കി വെക്കും. ഈ ഒരു പെർമിറ്റ് ചെയ്യണം. അത് വിത്ത് ദ ഒബ്സർവേഷൻ ഓഫ് ഫെസിലിറ്റേറ്റഡ്, മോണ്ടിസോറി ഫെസിലിറ്റേറ്റഡ് ആ ഒരു ഒബ്സർവേഷനോട് കൂടിയാണ് നടക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മളുടെ കുഞ്ഞുങ്ങളാവുമ്പോൾ നമ്മളുടെ ഒരു ഒബ്സർവേഷൻ അത് വേണം. എനിക്ക് ഇന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതിപ്പോ ഇങ്ങനെ ഞാനിങ്ങനെ മാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അതിങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് ആക്കാൻ പോണ വഴിയിൽ ഇങ്ങനെ കട്ട വിരിച്ചേക്കുക കേട്ടോ. അപ്പൊ ഇവര് ഓരോ കട്ടയിൽ ഇങ്ങനെ നടന്ന്, അപ്പൊ ഒരു കട്ടയിൽ നിന്ന് ഇങ്ങനെ പുറത്തു പോവാതെ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഒരാളുടെ ബാക്കിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്നെ ഇങ്ങനെ നടക്കുന്നതെന്ന് വെച്ചപ്പോ കട്ടയിൽ മാത്രം ചവിട്ടി ചവിട്ടി നടക്കുക കേട്ടോ. വേറെ എങ്ങും ഒട്ടും പോലും അവർ മാറിപ്പോന്നില്ല. അപ്പൊ ഇവരെ കൊണ്ടുവിട്ടിട്ട് ഞാനിപ്പോ തിരിച്ചു വന്നപ്പോ ഞാനും ഇങ്ങനെ ചുമ്മാ നടന്നില്ല. ചെറുപ്പത്തിൽ ഈ കാര്യങ്ങൾ ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന വെച്ചാൽ ആശുപത്രിയിൽ പോകുമ്പോ, അന്നൊക്കെ ആശുപത്രിയിലല്ലേ ടൈലൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളൂ. അപ്പൊ ആ ഒരേ റോയില് ഒരേ സ്ക്വയർ പോലെ ഇട്ടേക്കണം, ആ ഒരേ സ്ക്വയറിൽ കൂടെ മാത്രം നടക്കുമായിരുന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോ ഇന്ന് പറ്റിയതാ. അപ്പൊ ഇന്നിങ്ങനെ ഞാൻ നടന്നു വന്നപ്പോ വീടിന്റെ അടുത്തുള്ള ഇതെന്റെ അടുത്ത് നീ കാണിച്ചോണ്ട് പോണേന്ന് എന്റെ അടുത്ത് വെച്ചു. അപ്പൊ തന്നെ എനിക്ക് ചിരി വന്നു. കാരണം അവരങ്ങ് പോയപ്പോ അവരോട് ചോദിച്ചതാണ് ഞാൻ, ഇതെന്നെ കാണിച്ചോണ്ട് തന്നെ എന്ന് വെച്ച് തിരിച്ച് ഞാൻ അതേപോലെ തിരിച്ച് ഒന്നും അറിഞ്ഞോണ്ടല്ല, ഓർത്തോണ്ടും അല്ല. ഞാനപ്പോ ഒരേ കട്ടയിൽ മാത്രം ചവിട്ടി ചവിട്ടി പോയി. അപ്പൊ ഇപ്പൊ മാം അത് പറഞ്ഞപ്പോ ഞാൻ അവരെന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്നൊരു ഭയങ്കര ഒരു ഇപ്പൊ കൃത്യ ആ ക്ലാസ് എനിക്ക് കിട്ടുകയും ചെയ്തു. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഞാൻ തിരിച്ച് അങ്ങനെയാണ് പോയത്. അപ്പൊ തൊട്ടടുത്ത് ഇങ്ങനെ ചേച്ചിമാര് ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് തിരിച്ചു വരും. അപ്പൊ ചോദിച്ചു നീ എന്നെ കാണിച്ചുകൊണ്ട് നടക്കണേന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ ചിരിയാണ് വന്നത്, എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം അതിൽ വന്ന പോലെ എനിക്ക് തോന്നി. അതെ, അപ്പൊ എൻവയോൺമെന്റിൽ ഉള്ളതല്ല. അപ്പൊ അവർക്ക് അതൊരു ഓർഡർ ആയില്ലേ, അവര് ഓർഡർ കിട്ടി. പണ്ട് ഈ ട്രെയിനൊന്നും പോവാത്ത റെയിൽവേ ട്രാക്കുകളിലൂടെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് അത് ക്രോസ് ചെയ്ത് പോകണം. ഞങ്ങൾ അങ്ങനെ നടക്കുമായിരുന്നു. ഓക്കെ, എനിക്കിപ്പോഴും ഉണ്ട് ആ സ്വഭാവം. ആണോ? വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഒന്നും കളയണ്ട, അതൊക്കെ നല്ലതാ. നമുക്ക് നല്ലൊരു എന്താ പറയാ, നമുക്ക് അതൊന്നും എവിടെയും കാശ് കൊടുത്താൽ കിട്ടുന്ന ഒരു സന്തോഷമല്ലല്ലോ അല്ലെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്.
മിസ്സേ, ഞാൻ ട്രെയിനിങ് കഴിഞ്ഞതാ. അന്നപ്പോ അവിടെ ഒരു മോണ്ടിസോറിന്റെ ടീച്ചർ, ഒരുപാട് വർഷം വർക്ക് ചെയ്ത ടീച്ചറായിരുന്നു. അപ്പൊ ആ ടീച്ചർ അത് നിർത്തി, ആ ഫീൽഡ് നിർത്തിയിട്ട് സ്കൂളിലേക്ക് കയറിയതാ. ഒരു മാനേജ്മെന്റ് സ്കൂളിലാണ് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ടീച്ചർ ചോദിച്ചെന്നോട്, നിങ്ങൾ ഇങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ ലാബ് കിട്ടുന്നതെന്ന് ചോദിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് പറഞ്ഞു തരികയായിരിക്കും, അവസാനമായി ആവുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയായിരിക്കുന്നതാണ്. അപ്പൊ എന്നോട് പറഞ്ഞ്, ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാല് ലാബാണ്. അപ്പൊ അതില്ലാതെ എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവാന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ആണ് ഓരോരോ സബ്ജക്റ്റ് എടുക്കുന്നത്, ഞങ്ങൾക്ക് ഓരോരോ വർക്ക് ചെയ്യുമ്പോഴും അതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സമയമായി കഴിഞ്ഞാല് അവരത് ഞങ്ങൾക്ക് പറഞ്ഞു തരികയായിരിക്കും എന്ന് പറഞ്ഞു. അത് പോയി തന്നെ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ച്. നിങ്ങളുടെ ഫസ്റ്റ് ബാച്ച് വന്നത് അറിഞ്ഞില്ലായിരുന്നോ? ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ പ്രാക്ടിക്കലി ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താ അറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ആണോ? ഫസ്റ്റ് ബാച്ച് വന്നു, ഒരു ദിവസം ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽസ് എല്ലാം ചെയ്തവര് പോയി. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ ദൂരെയുള്ളവരുണ്ട്, വരാൻ പറ്റില്ല. അവര് തന്നെ സ്ട്രഗിൾ ചെയ്ത് വന്നവരുണ്ട്. പാലക്കാട്, ട്രിവാൻഡ്രം, കോട്ടയം, അങ്ങനെ പല ഏരിയയിൽ നിന്നും, ചെങ്ങന്നൂര്, അങ്ങനെയൊക്കെ വന്ന ദൂരേന്നും വന്നവരുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ എടുത്ത് വന്നവരും, ട്രെയിനിന് വന്നവരും, ബസ്സിന് വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. സ്ട്രഗിൾ ചെയ്ത് തന്നെ വന്നു. നെക്സ്റ്റ് ബാച്ചുകാരും റെഡി ആവുന്നുണ്ട് വരാനായിട്ട്. നിങ്ങളോട് അത് പറയാനിരിക്കുകയായിരുന്നു. നമ്മള് ഓൺലൈനിലും ചെയ്യും. പറഞ്ഞിട്ടുണ്ട് മാഡം. ഞങ്ങൾ കഴിഞ്ഞിട്ട് വരാന്ന് ഓർത്തോണ്ടാ ഇരിക്കണേ. ഞങ്ങക്ക് നോമ്പാണല്ലോ, നോമ്പ് കഴിഞ്ഞിട്ട് വരാന്ന് ഇരിക്കണേ. യെസ്, മനസ്സിലായി. സോറി മിസ്, അപ്പൊ ഞാൻ ചിലപ്പോ എനിക്ക് ക്ലാസ് മിസ്സായതാവും. അപ്പൊ എന്നോട് ആ ടീച്ചർ പറഞ്ഞു, അത് നമ്മളെന്ന് പറഞ്ഞാല് ഒരു ചെയർ എടുത്ത് വെക്കുന്നതിന് വരെ അതിൻ്റെതായ രീതി ഉണ്ട്. നമ്മളൊരു പെന്ന് വെക്കുന്നത്, ഒരു ചെയർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അതിപ്പോ എന്താ അങ്ങനെ, കാരണം എനിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല സത്യം അറിയാച്ചാല് ഈ ലാബിനെ കുറിച്ച്. പിന്നെ അതുപോലെ അടുത്ത വാർഷികമായിരുന്നു. അപ്പോ അവിടെ വാർഷികമായപ്പോ ഈ മോണ്ടിസോറി നടത്തുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? എന്നെ കണ്ടപ്പോ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ ഇങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് വന്നതാണ്, ഞാൻ മോണ്ടിസോറി ചെയ്യാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, എവിടെയാ ചെയ്യുന്നത്? അപ്പൊ ഞാൻ നമ്മളെ ഇതിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പൊ എന്താ ഓൺലൈനായിട്ട് ചെയ്യുന്നത്? അപ്പൊ ആ ടീച്ചർ എന്നോട് നേരിട്ട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ ലാബ് ചെയ്യാന്ന് ആ സമയത്ത് എന്നോട് ചോദിച്ചു. ആ സമയത്തേ തൊട്ട് എനിക്കിതിങ്ങനെ ഒരു എന്താ പറയാ, ഒരു മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഒരു എന്തോ ഒരു ആദി പോലെ. അവിടെ തന്നെ ഫോൺ ചെയ്യാം, ഞാൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ എന്തായാലും എടുത്തേരെ. ഞാൻ ക്ലിയർ ചെയ്തത് നമ്മള് പ്ലാൻ. ഇത് ശരിക്കും ഫസ്റ്റ് ബാച്ചുകാര് ഞങ്ങൾക്ക് ശരിക്കും ഇവര് വരണം എന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ഈ കുട്ടികളോട് പറയാ? കാരണം നിങ്ങൾ എല്ലാരും ഓൺലൈൻ കോഴ്സ് എടുത്തത് തന്നെ റെഗുലർ കോഴ്സിന് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കുമല്ലോ. അപ്പോഴാണ് ഇവര് പറഞ്ഞത് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് ബാക്ക് ബാച്ച് എല്ലാ ബാച്ചും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക വരാനായിട്ട്. മിസ് ഹലോ മിസ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതെ, ഞങ്ങളുടെ ഇവിടുന്ന് ഒരു ഏപ്രിൽ ബാച്ചിൽ ഒരു കുട്ടിയുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ വരാറായിണ്ടെന്ന് പറഞ്ഞു, അവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാറായിണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ കുട്ടിയുടെ കൂടെ വരാൻ പറ്റുമോന്ന് അറിയാനായിരുന്നു. ഞങ്ങൾ തൃശ്ശൂരിൽ. ഞാൻ ആക്ച്വലി MT3 MT4 ഒരുമിച്ചാണെങ്കിൽ നന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കാരണം അപ്പൊ നിങ്ങൾക്കും അവരുടെ കൂടെ എല്ലാം ആ രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങളെ ഒരു ഏപ്രിൽ മെയ്യിൽ തന്നെ കോഴ്സ് തീർക്കണം, അങ്ങനെ ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിപ്പോ സഹദൂനെ നോമ്പിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. അങ്ങനെ വരാൻ പറ്റുന്നവർ അങ്ങനെ വരും, കുഴപ്പമൊന്നുമില്ല, അതൊരു പ്രശ്നമല്ല കേട്ടോ. അത് അവര് ഫെബ്രുവരിയിൽ ഇപ്പൊ തീരാറായല്ലോ, ഇന്നത്തെ 21-ാം തീയതി ആയില്ലേ? മാർച്ച് 1-ാം തീയതി വരുന്നെന്നാ പറഞ്ഞതേ. അപ്പൊ ഞാൻ അവരുടെ കൂടെ വരാൻ എനിക്ക് ഒന്നിച്ച് വരാന്ന് വെച്ചിട്ടായിരുന്നു. കുഴപ്പമില്ലാന്നല്ലേ ചോദിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു, വിളിക്കാന്ന് വെച്ചിട്ടിരിക്കായിരുന്നു. അപ്പൊ അത് ഞാനിങ്ങനെ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ബാച്ച് വന്നപ്പോ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ നമുക്ക് MT3 MT4 കൂടെ ഒരുമിച്ചാക്കിയാലോ, കുട്ടികളുടെ കൺവീനിയൻസ് കൂടെ നോക്കണമല്ലോ. മനസ്സിലതുണ്ടായിരുന്നു, നിങ്ങളുടെ കൺവീനിയൻസ് അതാണ് കേട്ടോ. വരുമ്പോ എല്ലാരും ഒരു ഡേറ്റില്, മീൻസ് MT3യുടെ കൂടെ വരുന്നല്ല, നിങ്ങൾക്കൊരു ഡേറ്റ് നിങ്ങൾ കൺവീനിയന്റ് ആയിട്ട് തീരുമാനിക്കുവാണെങ്കിൽ ആ ഡേറ്റ് എല്ലാവരും വരാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് വരാൻ നോക്കുക. അല്ലാണ്ട് എനിക്ക് ആ ഡേറ്റ് പറ്റില്ല, എനിക്ക് ഈ ഡേറ്റ്, നിങ്ങൾ ആദ്യം 3-4 ഡേറ്റ് ആദ്യം കൺവീനിയന്റ് ആയിട്ട് വെക്കുക. അതിൽ നിന്ന് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് വരിക.
അത് എല്ലാരും കൂടെ തീരുമാനിച്ച് ആലോചിച്ച് അത് ചെയ്യുക കേട്ടോ. ഈ ദിവ്യയുടെ കുറെ മെസ്സേജ് കിടക്കുന്നുണ്ട്. അതിങ്ങനെ ലാഗ് ചെയ്ത് വന്നതാണോ? ഞാൻ ഈ ദിവ്യ തന്നെയാണ് കൃഷ്ണേന്ദു ഒരു ഡൗട്ട് ഉണ്ട്. എന്താണ് എന്തുറ്റി? അല്ല, എനിക്ക് ചോദിക്കാനുള്ള ദിവ്യ തന്നെയാണോ കൃഷ്ണേന്ദു? രണ്ടിനും ഒരേ വോയിസ്. ദിവ്യ തന്നെയാണോ കൃഷ്ണേന്ദു? ഒരുപാട് അക്കൗണ്ടിൽ നിന്ന് കേറണ്ടേ, അതാണ് ഓരോ ദിവസം ഓരോ അക്കൗണ്ടിൽ നിന്ന് ആള് കേറണതേ. ആ അല്ലെ, കുറെ മെസ്സേജ്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും എന്നോട് ചോദിക്കാനാണോ എന്ന് ഉദ്ദേശിച്ച് ഞാൻ മെസ്സേജ് നോക്കുമായിരുന്നു. ദിവ്യ തന്നെ ഒന്ന് ആൻസർ പറയാമോ? ദിവ്യ തന്നെയാണോ കൃഷ്ണേന്ദു? സഹദൂനി ഒരു ദിവസം പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ എന്തോ ഫോൺ എന്തോ കംപ്ലൈന്റ് ആയിട്ട് അമ്മയുടെ ഫോണിൽ നിന്നാ കേറണേന്ന്. അങ്ങനെ എപ്പോഴും ഒരു തവണ കൊച്ചു പറഞ്ഞ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ശരിയാണ്. പക്ഷെ ഇത് രണ്ടും ഒരാള് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ട്. അത് ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് ദിവ്യയുടെ ചാറ്റ് ബോക്സിലെ കുറെ മെസ്സേജ് ദിവ്യയുടെ കിടക്കണോ. ദിവ്യക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ദിവ്യയാണോ? ആരാന്ന് വെച്ചാ ആ ദിവ്യാന്ന് കാണുന്ന പേരിലുള്ള ഓക്കെ, കൃഷ്ണേന്ദു. ഇല്ല, ഓക്കെ ഫൈൻ. കുറെ മെസ്സേജ് കണ്ടു, അതുകൊണ്ടാണേ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? യെസ്, ആരുമില്ല. ഓക്കെ then. Thank you so much. Have a nice day. Bye. Next week. Thank you, ma'am. Have a nice day. Thank you. Thank you, ma'am. ഞങ്ങളെ സ്കൂളിൽ പോകുമ്പോഴേ നമ്പറൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് പ്രൊഡക്റ്റ് ഇത് ഉണ്ടാക്കിയിരുന്നേ. നമ്പറൊക്കെ വെച്ച് ബുത്തൊക്കെ വെച്ചിട്ടുള്ള അതൊന്ന് കാണിക്കട്ടെ മാം. കാണിക്കൂ പ്ലീസ്. കൊള്ളാലോ. എന്താ ഫ്രെയിം? എന്താ അത്? ഇത് കാർഡ്ബോർഡാണ്. ഇത് ഈർക്കിലാണ്. ഈർക്കിലിന് ഒടിഞ്ഞു പോവോ? ഇല്ല, ഒട്ടിച്ചതാണ്. ഒട്ടിച്ചാണ്. അപ്പൊ ബീഡ്സ് മൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റും. വെരി ഗുഡ്. ബീഡ്സിന്റെ കളർ എനിക്ക് അത്ര ക്ലിയർ ആവണില്ല. എന്തൊക്കെ കളറാണ്? ലൈറ്റ് കളറാണ്. എല്ലാം ലൈറ്റ് കളറാണ്. നല്ല വൈബ്രന്റ് കളർ എടുക്കണം. അത് ലാസ്റ്റ് മാത്രമാണ് കിട്ടിയത്. അതിൽ മാത്രം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു മിനിറ്റ്, ഞാൻ കളർ ഒന്ന് കാണിച്ചു തരാം ബീഡ്സിന്റെ. മോണ്ടിസോറി മെറ്റീരിയൽസില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗോൾഡൻ ബീഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് കേട്ടോ. പിന്നെന്താ, എല്ലാം വൈബ്രന്റ് കളേഴ്സാ. ബ്ലൂ, നല്ലൊരു വയലറ്റ്. പിന്നെ മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് എന്തിലാണ് ഈ മുത്ത് കോർത്തേക്കണേ? അതൊന്ന് പറയൂ. ഈ വയേഴ്സ് ഇല്ലേ, അതായത് ഇത് അത്ര ഫ്ലെക്സിബിൾ അല്ല. ഞാൻ ചെയ്തത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ എന്താ അത് ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഏതാണ്ട് ഒരു കമ്പി ഉപയോഗിക്കില്ലേ, കെട്ടുകമ്പി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കമ്പി ഇല്ലേ. ഇത് നല്ല ടൈറ്റ് ആണ്. ഇത് മോണ്ടിസോറി മെറ്റീരിയൽ എന്ന് പറഞ്ഞ് വാങ്ങിച്ചാണ്. ഇത് ഭയങ്കര ടൈറ്റ് ആണ്. ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓർത്തിട്ട് അത് ബെൻഡൊക്കെ ആയി പോയി. ചോദിച്ചേ പോവരുത്. എന്റെ നല്ല ഫ്ലെക്സിബിൾ. അതാ കണ്ടോ, ഞാൻ ചെയ്തപ്പം ഈ കമ്പിയുടെ ഇത് സ്പേസ് ഇട്ടു. പക്ഷെ നമ്മളുടെ മോണ്ടിസോറി ഇതിനകത്ത് സ്പേസ് കുറവാ. സ്പേസ് ഇട്ടതിനകത്ത് കുട്ടികൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാം. അതേസമയം ഇത് നല്ല ടൈറ്റ്ലി പാക്ഡാ. ഇത് കൗണ്ട് ചെയ്യുമ്പോൾ തെറ്റാം. മറ്റേത് നമ്മളിങ്ങനെ നീക്കി ഇടുമ്പോൾ അവർക്ക് തെറ്റില്ല. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങളിത് ചെയ്യുമ്പോൾ ഇച്ചിരി നീളം കൂടുതൽ വെക്കുക. മൊത്തം എത്രയാണോ ഉള്ളത് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണം രണ്ട് സൈഡും സെക്യൂർ ആയിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. ഞാൻ വാങ്ങിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞത് വാങ്ങിച്ചാൽ മതി. ഇത് കട്ടിയുള്ളത്. കാരണം ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത്രയും വർഷമായിട്ട് ഒടിഞ്ഞില്ല, ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കാം. കണ്ടോ, നല്ലപോലെ ഫ്ലെക്സിബിൾ ആയത്.
എന്റെ ഇതേ ടൈപ്പ് തന്നെയാണ്. ഒടിഞ്ഞു പോവാതെ നിന്നുള്ള ടൈപ്പ് ഒന്ന് വാങ്ങിച്ചാൽ മതി. ഞാൻ ഇത്തിരി സ്പേസ് ഇട്ടിട്ടാണ്, അപ്പൊ പിന്നെ കൗണ്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്, നിങ്ങൾക്ക് തെറ്റാതെ. അപ്പൊ നമ്മൾ കടയിൽ ചെല്ലുമ്പോ എന്തെന്നും പറഞ്ഞാ മിസ്സേ മേടിക്കണ്ടേ? ഇത് ഈ കമ്പിയാണോ? അതെ, കമ്പി. ഫ്ലവർ മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയല്ലേ മാം അത്? ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് വളയ്ക്കാനും മുടിക്കാനും അത് തന്നെ ചോദിച്ചു. ഫ്ലവർ മേക്കിംഗ്. പിന്നെ ചിലത് ജ്വല്ലറി, എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിത് അന്ന് എന്തും പറഞ്ഞാ വാങ്ങിച്ചത്. മിസ്സേ, ഞാൻ മേടിച്ചത് ജ്വല്ലറി സ്പെസിഫിക് മെറ്റൽ വയർ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ നിന്നാ മേടിച്ചേ. നല്ല വിലയായോ? ഇല്ല, ഞാന് ഓഫർ ഉണ്ടായിരുന്നു, 2 ഉണ്ട്. ഒരു റോളോ അങ്ങനെ എന്തോ അല്ലേ കിട്ടുന്നത്? അതെ അതെ, മിസ്സേ റോളാണ്. ഒരു കെട്ടായിട്ടാണ് മാം കിട്ടുന്നത്. നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്യാനും എളുപ്പമാണ്. കട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓർണമെന്റ്സ് മേക്കിങ്ങിനും എടുക്കലേ, കൂടുതൽ ഫ്ലവർ മേക്കിങ്ങിനാണ് എടുക്കുന്നത്. അതിന്റെ ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാക്കിയാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. ലീഫും പിന്നെ അതിന്റെ തണ്ട് അല്ലെ? തണ്ടൊക്കെ ഇതാക്കാൻ വേണ്ടി. പിന്നെ ഫ്ലവേഴ്സ് മേടിച്ചേക്കുന്നത് നോക്കട്ടെ. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടും. നിങ്ങളൊന്ന് നോക്കൂ. ഗോൾഡനും സിൽവറും. ഓക്കെ. അധികം വിലയായോ? ഇല്ല മിസ്സേ, രണ്ടും കൂടിയിട്ട് 120 ആ റേഞ്ചായി. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടുള്ള നോക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് നമ്മളുടെ ചുറ്റുപാടുന്ന് കിട്ടുന്ന അങ്ങനത്തെ വല്ല സാധനം ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഫ്രീ ആയിട്ട് കിട്ടുന്ന വല്ല ഉണ്ടോ? ഈ വയറിന്റെ ഉള്ളിലുള്ള ചെമ്പ് കമ്പി ഉണ്ടല്ലോ. അതെ, നല്ല വിലയാ. കൊടുത്ത നല്ല വില കിട്ടുന്ന പറയാം. നോക്കാം, നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോഴേക്കും കിട്ടുമായിരിക്കും. ഇതുണ്ടാക്കുന്നത് നല്ലതാണ്, കാരണം ബീഡ്സിനും വലിയ വിലയില്ല. അപ്പൊ നമുക്കൊരു മോണ്ടിസോറി മെറ്റീരിയൽ കയ്യിലിരിക്കും. ഗോൾഡൻ ബീഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി മെറ്റീരിയൽ വൈബ്രന്റ് കളേഴ്സ് എടുക്കുക. ബീഡ്സ് കുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവ്. അവർ ഈ കളേഴ്സിനോട് ഭയങ്കര താല്പര്യം അവർക്ക്. അവരുടെ മനസ്സിൽ ആ കളർ നിൽക്കും, ചെയ്ത ആക്ടിവിറ്റി നിൽക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, ഇനി എന്തെങ്കിലുണ്ടോ? താങ്ക് യു മാം. ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ബൈ. താങ്ക് യു മാം.